ഹായ്. ഞാൻ ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ രസകരമായിട്ടുള്ളൊരു സംഭവം പറയാട്ടോ. 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ ഓണത്തിന്റെ പരിപാടിയൊക്കെ വരുമ്പോൾ സ്കൂളിൽ പായസം വെക്കുന്ന ഒരു പരിപാടി ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് തേങ്ങയൊക്കെ കൊണ്ടുപോകും. തേങ്ങയും ശർക്കരയും അത് കൊണ്ടുപോയിട്ട് എല്ലാവരും കൂടി പായസമൊക്കെ വെച്ച് കഴിക്കും. എന്നാൽ നല്ല രസമുള്ളൊരു ഓർമ്മയാണത്. അപ്പോൾ ഈ ഒരു തവണ പായസം വേണ്ട, പകരം സദ്യ മതിയെന്ന് PTA തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ എല്ലാ ക്ലാസ്സിലേക്കും അതിന്റെ നോട്ടീസ് കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസം, അതായത് ഇപ്പോൾ ഒരു വെള്ളിയാഴ്ച എന്ന് കൂട്ടുക, വെള്ളിയാഴ്ച വരുമ്പോ എല്ലാവരും എന്തെങ്കിലും ഒരു പച്ചക്കറിയോ അരിയോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കൊണ്ടുവരിക. അതിപ്പോ നമ്മുടെ വീട്ടിൽ വിളയുന്നതോ അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിപ്പോ സദ്യ കൂട്ടി എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാലോ എന്നുള്ള എല്ലാവരും സന്തോഷത്തിലായിട്ടോ. അപ്പൊ ഇത് ഇനി കൊണ്ടുവരേണ്ട ദിവസമായി, വെള്ളിയാഴ്ചയായി. അപ്പൊ ഞാൻ സൈക്കിളും ചവിട്ടി സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഓരോ കവറുണ്ട്. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർക്കണത്, ഇത് പച്ചക്കറി കൊണ്ടുവരേണ്ട ദിവസമാണല്ലോ, ഞാൻ മാത്രം ഈ സാധനം കൊണ്ടുവന്നിട്ടില്ലല്ലോ എന്ന്. ഞാനത് കൊണ്ടുവരാൻ മറന്നുപോയി സത്യത്തില്. ഞാനപ്പോ എന്റെ കൂട്ടുകാരന്റെ അടുത്ത് നീ മാത്രം എന്ത് കൊണ്ടുവരാത്ത, നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ വീട്ടിനകത്തിന് കൊണ്ടുവരാൻ പാകത്തിനുള്ള പച്ചക്കറികളൊന്നും ഇല്ല. ആകെ 2-3 എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉള്ളു അവിടെ. അപ്പൊ അതുകൊണ്ട് എങ്ങനെ കൊണ്ടുവരണമെന്ന് വിചാരിച്ചിട്ട് അപ്പൊ നോക്കി അച്ഛനമ്മ പണിക്കും. അപ്പൊ കടയിൽ പോയി എന്തെങ്കിലും ഒരു പച്ചക്കറി മേടിച്ചു കൊടുക്കാനായിട്ടാണെങ്കിൽ വേറെ പൈസ ഇല്ല. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പൊ വീടിനടുത്തേക്ക് ഒരു വീട്ടില് മുരിങ്ങാക്കോലിന്റെ ഒരു മരമുണ്ട്. അപ്പൊ എന്നാ പിന്നെ പോണം. അപ്പൊ ചില ദിവസങ്ങൾ ആ വഴിക്ക് പോകുമ്പോ മുരിങ്ങാക്കോല് ഇങ്ങനെ ഉണ്ടായിക്കണ കാണാറുണ്ട്. എന്നാ പിന്നെ മുരിങ്ങാക്കോല് പൊട്ടിച്ചോണ്ട് പോവാം, അതുകൊണ്ട് കൊടുക്കാന്ന് വിചാരിച്ച് നേരെ സൈക്കിളിൽ ചവിട്ടി നേരെ തന്നെ അങ്ങടേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ മുരിങ്ങാക്കോലും ഇല്ല, ഒന്നുമില്ല കേട്ടോ. ഇനിയിപ്പോ എന്ത് ചെയ്യുന്നിങ്ങനെ വിചാരിക്കുന്നത്. പെട്ടെന്ന് എനിക്കൊരു സംഭവം കത്തി, ഇത് കൊണ്ടു കൊടുത്താൽ, ഈ സാധനം കൊണ്ടു കൊടുത്താലോ എന്നിങ്ങനെ ആലോചിക്കണേ. ഓക്കെ, ഞാനപ്പോ നേരെ തന്നെ ഒരു കവർ എടുത്തിട്ട് ഞാൻ സാധനം കൊണ്ട് നേരെ തന്നെ സ്കൂളിലേക്ക് വന്നു. അപ്പൊ കഞ്ഞിപ്പുരയിലാണ് ഈ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പൊ അവിടെ ഒരു 2-3 ഡെസ്ക് പിടിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഇങ്ങനെ ഒരു സ്ഥലത്ത് സവാള, തക്കാളി, ക്യാരറ്റ്, ക്യാബേജ് ഇങ്ങനെ ഓരോരോ ഇങ്ങനെ തരം തിരിച്ചിങ്ങനെ വെച്ചേക്കാണ്. ഇത് കൊണ്ടുവയ്ക്കുന്ന വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരോ ഡിവിഷൻ വിളിക്കും. അതായത് ഡിവിഷനിലെ പിള്ളേർ ചെന്നിട്ട് അവർ കൊണ്ടുവന്ന സാധനങ്ങൾ കൊണ്ട് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോ എന്റെ ഡിവിഷനും വിളിച്ചു, ചെല്ലാൻ വിളിച്ചു. 9 ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പൊ എന്റെ കൂട്ടുകാരന്മാരെല്ലാവരും പച്ചക്കറികൾ സാധനങ്ങളൊക്കെ വെക്കുന്നു. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ അരുൺ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ, അരുണാണെങ്കിൽ തക്കാളി വെക്കുന്നു, സവാള വെക്കുന്നു. ഇപ്പൊ അഖിൽ എന്ന് പറഞ്ഞാൽ അവനും തക്കാളി സവാള വെക്കുന്നു. അപ്പൊ അടുത്തത് എന്റെ കൂടെയായിട്ടോ. അപ്പൊ ഞാൻ എന്തുവാ ഈ സാധനം കൊണ്ടുവന്നേക്കുന്നത് ഞാൻ ആരോട് പറഞ്ഞിട്ടില്ല. കുമാരന്റെ അടുത്ത് ചോദിച്ചു, നീ എന്ത് സാധനം കൊണ്ടുവന്നേക്കണെന്ന് ചോദിച്ചു. ഈ ഇത്ര സമയത്തിനുള്ളിൽ നീ എന്ത് പച്ചക്കറിയാണ് കൊണ്ടുവന്നതെന്ന് എന്റെ അടുത്തേക്ക് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അതൊക്കെ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പയ്യെ കവർ തുറന്നിട്ട് ഞാൻ കൊണ്ടുവന്ന സാധനം എടുത്ത് ഡെസ്കിനകത്തേക്ക് കൊണ്ടുവച്ചു കേട്ടോ. വേറൊന്നല്ല, ഞാൻ കൊണ്ടുവന്നത് കറിവേപ്പിലയായിരുന്നു. ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ളൊരു വലിയൊരു കറിവേപ്പിലയുടെ ചെറിയൊരു മരം നിൽക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ അവിടുത്തെ കറിവേപ്പിലൊക്കെ പൊട്ടിക്കാറുണ്ട്. ഞാൻ കൊണ്ടുവന്നത് കറിവേപ്പിലയുടെ 5-6 കമ്പങ്ങ് പൊടിച്ചുകൊണ്ട് വന്നു. ആ കമ്പിനകത്ത് ഒരു കുറഞ്ഞത് ഒരു 10-50 കതിര് കറിവേപ്പിലെങ്കിലും ഉണ്ടാവും. അപ്പൊ പിള്ളേരെല്ലാവരും കൂടി എന്നെ കളിയാക്കാനുണ്ട്, എന്ത് സാധനാടോ നീ ഇത് കൊണ്ടുവന്നേക്കണത്, ഒരു വാഴക്കെങ്കിലും കൊണ്ടുവന്നിരുന്നെങ്കിൽ പിന്നെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ കേട്ടോ അവന്മാരൊക്കെ. എന്നെ പിടിച്ച് ഏറി കയറ്റാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ അഖില് തക്കാളിയും കൊണ്ടുവന്നു, സവാളയും കൊണ്ടുവന്നു, അരുണും തക്കാളിയും കൊണ്ടു, സവാളയും കൊണ്ടുവന്നു. അങ്ങനെ ഈ സ്കൂളിലുള്ള മിക്ക പിള്ളേരും കൊണ്ടുവന്ന സാധനങ്ങൾ തന്നെയാണ് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ ഞാനോ ഇവിടെയുള്ള ഒരു ഒറ്റ മനുഷ്യൻ പോലും കൊണ്ടുവരാത്ത സാധനം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കറിവേപ്പില. ഇപ്പൊ നിങ്ങളുടെ സാധനം ചിലപ്പോ ഒരാളിപ്പോ ഒരു ക്യാബേജ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ക്യാബേജ് ഒരിക്കലും സാമ്പാറിനകത്ത് ഇടില്ലല്ലോ, അത് തോരൻ വെക്കാൻ വേണ്ടി മാത്രമല്ലേ ഉപയോഗിക്കത്തുള്ളൂ. പക്ഷെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന സാധനം സാമ്പാറിലും ഇടും, തോരനിലും ഇടും, എന്ന് വേണ്ട ഇവിടെ ഉണ്ടാക്കുന്ന സകല കറിക്കകത്തിടും, പച്ചമോരിനകത്ത് വരെ ഇടും. അങ്ങനെയുള്ള ഒന്നിനെ പറഞ്ഞ് ഞാനിങ്ങനെ പയ്യൊന്നും ഞെളിഞ്ഞിക്കണ്ട. അപ്പൊ അതുവരെ മിണ്ടാതിരുന്ന എന്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് ഇങ്ങനെ എന്നെ എടുത്തിട്ട് തോളത്ത് വെച്ചിട്ട് കയറിയുടെ, വിഷ്ണു നീ പറഞ്ഞതെല്ലാം ശരി, പക്ഷെ നീ കൊണ്ടുവന്ന സാധനം എന്തോന്നാ കറിവേപ്പിലല്ലേ, ഇത് നമ്മൾ ആരെങ്കിലും ഭക്ഷണത്തിനൊപ്പം കഴിക്കുവോ? ഇല്ല, കറിവേപ്പില പയ്യെടുത്ത് അങ്ങോട്ട് മാറ്റിക്കളയും എന്ന് പറഞ്ഞു. ഞാൻ പയ്യൊന്ന് തളർന്നു. ഈശ്വര, വീട്ടിൽ ചമ്മിപ്പോയല്ലോ എന്ന് വിചാരിച്ച്. എന്നാലും ഫുൾ കോൺഫിഡൻസോട് കൂടിയിട്ട് ഞാൻ നിന്നിട്ട് പറഞ്ഞു, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ മോനെ. അത് മറ്റേ പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, എന്തോന്ന് കറിക്ക് മുമ്പൻ, ഇലയ്ക്ക് പിമ്പൻ കറിക്ക് മുമ്പൻ എന്ന് പറഞ്ഞിട്ടൊരു പഴഞ്ചൊല്ലുണ്ട്. ഞാൻ ആ പഴഞ്ചൊല്ല് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഇനിയിപ്പോ നിങ്ങളിപ്പോ ഈ കൊണ്ടുവന്ന ഈ സംഭവം എങ്ങനെ വന്നാലും
ഒരാളും മറക്കാൻ പോണില്ല ഞാൻ കൊണ്ടുവന്ന എന്താണെന്നുള്ളതെന്ന്. ഞാൻ ടീച്ചറിന്റെ അടുത്ത് ടീച്ചറെ എനിക്ക് വേറെ പച്ചക്കറി ഒന്നും ഒപ്പിക്കാൻ പറ്റിയില്ല, ഞാൻ കൊണ്ടുവന്ന് കറിവേപ്പില എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ചോദിച്ചു. ടീച്ചർ ഇല്ലടാ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതിന്റെ അന്ന് ഞങ്ങളെല്ലാവരും കൂടി കൂടിയിട്ട് അങ്ങനെ പച്ചക്കറിയൊക്കെ ഒരുക്കി സ്കൂളിൽ സദ്യയൊക്കെ കഴിച്ച് ഒരിക്കലും മറക്കാൻ പറ്റില്ലാത്ത രസകരമായിട്ടുള്ളൊരു ഓണായിട്ട് മാറിയത്. ഓക്കെ.